പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ വീണ്ടും അങ്ങയുടെ തിരുവചനത്തിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തി ഞങ്ങളിൽ അവിടുന്ന് പ്രകടമാക്കണമേ. അങ്ങയുടെ വചനത്തിന് ജീവനും ആത്മാവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അങ്ങയിലേക്ക് കൂടുതൽ ചേർത്ത് പിടിക്കണമേ. അങ്ങയിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടും അഭിഷേകത്തോടും കരുത്തോടും കൂടി ജീവിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, വചനത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനത്തിന് സമർപ്പിച്ച് വിശുദ്ധ ജീവിതം ജീവിച്ച് രക്തസാക്ഷികളായ സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കാവൽ മാലാഖമാരെ ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം ഇതാണ്: നിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത്? നിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ത്? ഈ വചനത്തിന് വലിയൊരു പശ്ചാത്തലമുണ്ട്, ചരിത്രമുണ്ട്. സംഭവം ഇതാണ്: അസിറിയ രാജാവായ സെന്നാക്കെരീബ് ലാഖിഷിൽ നിന്ന് റബ്ഷക്ക എന്ന തൻ്റെ സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ആക്രമിക്കുവാൻ വേണ്ടി വലിയ ഒരു സൈന്യത്തെ പറഞ്ഞു വിടുകയാണ്. ഹെസക്കിയ ആണ് രാജാവ്. ഹെസക്കിയ രാജാവിനെ നമുക്കറിയാം. കർത്താവിൽ അതുപോലെ വിശ്വാസമർപ്പിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മോനായിട്ട് ജീവിച്ചവനാണ് ഹെസക്കിയ രാജാവ്. അതുകൊണ്ട് തന്നെ ഹെസക്കിയായ്ക്ക് വലിയ വിശ്വാസമാണ്. അപ്പോൾ ഈ വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഈ ഹെസക്കിയ രാജാവിനെ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനും തകർക്കാനും തോൽപ്പിക്കാനും വേണ്ടി ഇതാ ഈ റബ്ഷക്കായെ ഈ രാജാവ് സെന്നാക്കെരീബ് അയക്കുക. എന്നിട്ട് റബ്ഷക വന്നിട്ട് അങ്ങ് വരുന്ന കേട്ടപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും കാര്യസ്ഥനുമൊക്കെ നേരത്തെ പോയി കാണുകയാണ്. ഇവനുമായിട്ട് കാണുന്ന സമയത്ത് ഈ റബ്ഷക്ക പറയാണ്, നിങ്ങൾ എന്തിലാ പ്രത്യാശ അർപ്പിക്കണേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? നീ ഹെസക്കിയ രാജാവിനോട് പറ, ഈ സെന്നാക്കെരീബിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കാൻ ആർക്കാ കഴിഞ്ഞിട്ടുള്ള? ചരിത്രം വായിക്കി, ചരിത്രം പഠിക്കി, എത്രയോ രാജ്യങ്ങളെ അദ്ദേഹം കീഴടക്കി, നിങ്ങൾക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചോദിക്കുന്നത്. നിൻ്റെ ഈ എന്ന് പറഞ്ഞ് ഹെസക്കിയ തോൽക്കാതെ ചെറുത്ത് നിൽക്കുക, തോൽക്കാൻ ദൈവത്തിൻ്റെ മക്കൾ, അത് വലിയ സംഭവമാണ്. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ഒന്നിനോടും തോൽക്കാൻ മനസ്സില്ലാത്തവരാണ്. ശത്രുവിനോട് തോൽക്കത്തില്ല, പിശാചിനോട് അവൻ തോൽക്കത്തില്ല, പാപത്തോട് തോൽക്കത്തില്ല. അവനെ തോൽപ്പിക്കും, ചേർത്ത് നിൽക്കും. അപ്പോൾ ഈ ഹെസക്കിയ ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവൻ ഒരിക്കൽ പോലും തോൽക്കാൻ മനസ്സിലാത്തവനാണ്. അതുകൊണ്ട് അവൻ ചേർത്ത് നിൽക്കുക. അതുകൊണ്ട് ഇതിനെ പിന്നെ ഇവിടെ സെന്നാക്കെരീബിൻ്റെ ശക്തി രണ്ടും കൂടി കൂട്ടി വച്ചിട്ട് റബ്ഷക്ക പറയാണ്, നിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്താ? ഈ ധൈര്യത്തിൻ്റെ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ ഹെസക്കിയ രാജാവ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തേ? വസ്ത്രം കീറി അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നിട്ട് ദൈവസന്നിധിയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും മനുഷ്യൻ അനുഭവിക്കേണ്ട, അനുകരിക്കേണ്ട വലിയ ഒരു ജീവിതമാണ്, ഒരു മാതൃകയാണ് ഇവിടെ ഈ ഹെസക്കിയ രാജാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അവന് വലിയ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ്. ശക്തനായ രാജാവിൻ്റെ ശക്തമായ സൈന്യമാണ് വന്നിരിക്കുന്നത്, നശിപ്പിക്കാൻ, തകർക്കാൻ വന്നിരിക്കുക. എന്നാൽ ഹെസക്കിയ ദൈവത്തിൽ ഉറച്ചു ജീവിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്? അവൻ ദേവാലയത്തിലേക്ക് ചെന്നു, ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണു. എന്താണ് ദേവാലയം? ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി വസിച്ച് അനുഗ്രഹിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൽ സോളമൻ്റെ ദേവാലയ പ്രതിഷ്ഠയും പ്രാർത്ഥനയൊക്കെ നമ്മൾ ധ്യാനിച്ചാൽ മതി, വായിച്ചാൽ മതി. അവിടെ ദൈവം പറയുന്നുണ്ട്, എനിക്ക് ബലിയർപ്പിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ഈ ആലയത്തെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. 7:14 പറയുന്നുണ്ട്. അവിടെ പറയാണ്, എൻ്റെ നാമം പേർന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും
തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഈ ആലയത്തിൽ വന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ അനുഗ്രഹിക്കും. അവരുടെ ദേശം ഞാൻ സമ്പൽ സമൃദ്ധമാക്കും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ, ഒരു ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ കർത്താവ് പറയാം, എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഹെസക്കിയാക്കിയതറിയാം ദേവാലയത്തിൻ്റെ സാന്നിധ്യം, ദേവാലയത്തിലെ സാന്നിധ്യം, അവ പ്രാർത്ഥനയുടെ ശക്തി അറിയാം. അതുകൊണ്ട് ഈ എതിർപ്പും ഈ വെല്ലുവിളിയും ഈ പ്രതിസന്ധിയുമൊക്കെ ഉണ്ടായപ്പോൾ ഹെസക്കിയ രാജാവ്, നേതൃത്വം കൊടുക്കുന്ന രാജാവ്, അവൻ പള്ളിയിൽ ചെന്നു, ദേവാലയത്തിൽ ചെന്നു. അവൻ എളിമപ്പെട്ടു, വസ്ത്രം കീറി, കരങ്ങളുയർത്തി ദൈവത്തെ വിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, ആ പ്രാർത്ഥന വായിച്ചോ, ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുക. അവിടെ ദൈവം ഇടപെട്ടു. ഒരു കിംവദന്തി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കിംവദന്തി കേട്ട് ഈ റബ്ഷക്ക സൈന്യത്തോടെ തിരിച്ചുപോയി. ഒരു യുദ്ധം പോലും ചെയ്യേണ്ടി വന്നൊരു കിംവദന്തി കേട്ട് അവനിതാ തിരിച്ചുപോയി. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും. അച്ഛൻ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ട്. ഹെസക്കിയ ചെയ്ത കാര്യം, അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ ദേവാലയത്തിൽ കയറി. അവൻ അവിടെ പോയില്ല. അവൻ വേറെ മറ്റ് സ്ഥലങ്ങളിൽ പോയില്ല. അവൻ കേസിന് പോയില്ല. അവൻ ദേവാലയത്തിൽ കയറി. എന്നിട്ട് അവൻ ദൈവത്തെ വിളിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, ദൈവമേ ഇടപെടണമേ. ഇടപെട്ടു. ഒരു യുദ്ധം, ഒരു തുള്ളി ചോര ചിന്തിയില്ല. ഒരു കിംവദന്തി കേട്ട് അവൻ തിരിച്ചുപോയി ശത്രു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് എത്യോപ്യക്കാരനായ തിൽഹക്ക, അവനും വലിയ ഒരു സൈന്യത്തോടു കൂടി വരിക ഈ ഹെസക്കിയ രാജാവിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവനെ വന്നിട്ട് ഇതുപോലെ തന്നെ വെല്ലുവിളിയാണ്, പല കാര്യങ്ങൾ പറയാം. ഒരു വലിയ എഴുത്ത് എഴുതിയിട്ട് ദൂതന്മാരുടെ കയ്യിൽ ഹെസക്കിയ രാജാവിന് എഴുത്ത് കൊടുത്തു വിടുക. ഹെസക്കിയ, നീ കീഴടങ്ങ്. മറ്റു രാജ്യങ്ങൾ കീഴടങ്ങിയ ചരിത്രം എഴുതി വച്ചേക്കാം. ആർക്കും ചെറുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല. നിന്നെ ദൈവത്തിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. നീ അതുകൊണ്ട് കീഴടങ്ങെന്ന് പറഞ്ഞ് ഒരു എഴുത്ത് കൊടുത്തു വിട്ടേക്കാം ദൂതന്മാർ വഴി ഹെസക്കിയാക്കി. ഈ എഴുത്ത് വായിച്ചിട്ട് ചങ്കുപൊട്ടി കരഞ്ഞിട്ട് എന്താ ചെയ്യുന്ന അറിയോ ഹെസക്കിയ? അവൻ വീണ്ടും ദേവാലയത്തിൽ ചെന്നു, പള്ളി ചെന്നു. എന്നിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവൻ ആ എഴുത്തെടുത്ത് ദേവാലയത്തിൽ നിവർത്തി വച്ചു. ശ്രദ്ധിച്ചേ, അവൻ ആ എഴുത്തെടുത്ത് ദേവാലയത്തിൽ, തൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട ദേവാലയത്തിൽ ആ എഴുത്തെടുത്ത് അവൻ തുറന്നു വെച്ചു. എന്നിട്ട് കരങ്ങളുയർത്തി, ദൈവമേ ഇതാണ് എഴുത്ത്, നശിപ്പിക്കാനുള്ള, തകർക്കാനുള്ള എഴുത്തിതാ, അങ്ങിടപെടണം. വലിയ സൈന്യം പാളയമടിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വലിയൊരു സൈന്യത്തെ ദൈവമായ കർത്താവിൻ്റെ ദൂതൻ പാളയത്തിലേക്ക് ഇറങ്ങി വന്ന് കൊന്നുകളഞ്ഞു. ഹെസക്കിയ രാജാവിനോ ഇസ്രായേൽ സൈന്യത്തിനോ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. കർത്താവിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് 1,85,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നൊടുക്കി. ശത്രുവിനെ ദൈവത്തിൻ്റെ ദൂതൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതാണ് നമ്മുടെ ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് അവൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ആരെന്നാ വിചാരിച്ചേ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. കർത്താവ് പറഞ്ഞ പുറപ്പാട് 14:14 പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് പറഞ്ഞേ, വേറെ ആരുമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്നത്തെ ഈ പ്രശ്നത്തിൽ, ഈ തകർച്ചയിൽ, നിൻ്റെ രോഗത്തിൽ, നിൻ്റെ പ്രതിസന്ധിയിൽ, നിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൽ, നിൻ്റെ രോഗപീഠയിൽ, നിനക്കെതിരെ നിൽക്കുന്ന ഏത് അവസ്ഥയിലും ഈ ഒരു വലിയ അവസ്ഥ സ്വന്തമാക്കിയെടുക്കാൻ പറ്റട്ടെ നമുക്കൊക്കെ. ദേവാലയമുണ്ട് നമുക്കിന്ന്. ആ ദേവാലയത്തിലേക്ക് ചെല്ലണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പള്ളി, നമ്മുടെ ദേവാലയം ദൈവം വസിക്കുന്ന സ്ഥലമാണ്. അവിടെ വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരും, അവിടെ ഉയർത്തുന്ന ഒരു കരത്തിൻ്റെ ഒരു പ്രാർത്ഥനയും, അവിടെ ഉയരുന്ന ഒരു നെടുവീർപ്പും ഒരു നിലവിളിയും ഉത്തരം കിട്ടാതെ വെറുതെ പോകത്തില്ല. ദൈവം ഇടപെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവത്തിലാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ ദൈവത്തിലാണ് എൻ്റെ അടിസ്ഥാനം, വേറെ ആരിലുമല്ല. ലോകത്തിലല്ല, മറ്റു പാർട്ടികളിലല്ല, അധികാരികളിലല്ല, സമ്പത്തിലല്ല, ആരോഗ്യത്തിലല്ല, സൈന്യബലത്തിലല്ല, വേറെ ഒന്നിലുമല്ല. എൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം
എൻ്റെ കർത്താവിലാണെന്ന് പ്രഘോഷിച്ച ഹെസക്കിയ രാജാവിന് വിജയം നൽകിയ ദൈവം അനുഗ്രഹിച്ചു. മക്കബായരുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 2 മക്കബായർ 8:18. അതിനുപരി ചരിത്രമുണ്ട്. ചരിത്രം ഇതാണ്. അവിടെ നിക്കാനോർ എന്ന് പറയുന്ന രാജാവ് ഒരു വലിയ സൈന്യത്തെ അയക്കുകയാണ്. അവൻ അതിനുവേണ്ടി ടോളമിയെ ബന്ധപ്പെട്ടു. ടോളമി അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായ ഗോർജിയാസിനെ നിക്കാനോറിന് അയച്ചു കൊടുത്തു. 20,000-ലേറെ പടയാളികൾ വലിയ ഒരു സൈന്യവ്യൂഹത്തോടു കൂടി ഇതാ മക്കബേയൂസിനെയും ഇസ്രായേൽ മക്കളെയും തകർക്കാൻ വേണ്ടി കടന്നു വരിക, തോൽപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. ഇത് കേട്ടിട്ട് ഇസ്രായേൽ ജനം ആകപ്പാടെ തകർന്നു, സങ്കടപ്പെട്ടു, ഭയചകിതരായി. ആ സമയത്ത് മക്കബേയൂസ് പറയുക, അതിനുമ്പൊരു സംഭവമുണ്ട്. ഒരു യഹൂദന് 90 താലന്ത് വെച്ച് 90 താലന്ത് വിലയിട്ട് അവൻ ഇതാ തീരദേശങ്ങളൊക്കെ പരസ്യം ചെയ്തു. ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ തോൽപ്പിക്കപ്പെട്ട് അടിമകളായിട്ട് പിടിക്കപ്പെട്ട യഹൂദർക്ക് 90 യഹൂദർക്ക് ഒരു താലന്ത് വിലയിട്ട് അവരെ വിൽക്കാനുള്ള ഒരു വലിയ ഒരു എന്താ പറയുക, പബ്ലിസിറ്റി, ഒരു പരസ്യം ചെയ്തിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. അതുപോലെ അഹങ്കരിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ മക്കബേയൂസ് പറയാം, അവർ ആയുധമുറകളിലും അഭ്യാസങ്ങളിലും ആശ്രയിക്കുന്നു. 2 മക്കബായർ 8:18. അവർ ആയുധങ്ങളിലും അഭ്യാസങ്ങളിലും ആശ്രയിക്കുന്നു. എന്നാൽ നമ്മളാകട്ടെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അവൻ്റെ ആത്മധൈര്യത്തിന് അടിസ്ഥാനം കണ്ടോ? എന്താണ്? നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം, ഒന്ന് വിരലനക്കിയാൽ മതി, അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിനാണ് നമ്മുടെ പ്രത്യാശ. പിന്നീട് ചരിത്രം സംഭവം നമുക്കറിയാം. ആ സൈന്യത്തെ അതിശക്തമായിട്ട് കീഴടക്കി ഇതാ മക്കബേയൂസും ഇസ്രായേൽ ദൈവത്തിൻ്റെ മക്കളും വിജയം കൈവരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 26-27 വചനം കർത്താവ് പറയാണ്, ഞാൻ സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ദൈവം ചോദിക്കുക തൻ്റെ മക്കളോട്, ഞാൻ സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണത്. ദൈവത്തെ വിളിച്ച് ഇടപെടുത്തുവാൻ, സർവശക്തനായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ. കാരണം അതുപോലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, പൈശാചിക പീഡകൾ, അന്ധകാര ശക്തികൾ നശിപ്പിക്കാൻ വേണ്ടി ആക്രമിച്ച് കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈയൊരു ശക്തി കൊണ്ട് ഇതിനെ ചെറുത്ത് നിൽക്കാൻ ഇന്ന് നമുക്കാകുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഈ ലോകത്തിൽ പരാജയപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 21 മുതൽ വചനഭാഗത്തിൽ ഒരു കാനാൻകാരി പാവപ്പെട്ട സ്ത്രീ, അവളുടെ വിശ്വാസത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം കണ്ടോ? അവൾ ഈശ്വരരികിലേക്ക് വന്നു. കർത്താവേ, എൻ്റെ മകൾ പിശാച് ബാധിച്ച് വീട്ടിൽ കിടക്കുക, ആ പിശാച് എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനും കൊല്ലാനും വേണ്ടി ശ്രമിക്കുക കർത്താവേ എന്ന് എണ്ണിപ്പറക്കിക്കൊണ്ട് ഈ ഈശോയുടെ പിന്നാലെ വരിക. ശിഷ്യന്മാരുണ്ട് കൂടെ. ഈശോ അവളെ ഗൗനിക്കുന്നേ ഇല്ല. അപ്പോൾ ശിഷ്യന്മാർക്ക് സങ്കടം തോന്നോർത്തേക്ക് ശിഷ്യന്മാർക്ക് സങ്കടം തോന്നിയിട്ട് ഈശോയോട് പറയും, കർത്താവേ, അവൾ നമ്മളെ ശല്യപ്പെടുത്തുക, ഒന്ന് പറഞ്ഞു വിടുക അവളെ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, മക്കൾക്കുള്ള അപ്പം എടുത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ, ആദ്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തിനു വേണ്ടിയാണ്, വിജാതിയർക്കല്ല. അപ്പോൾ ഈ മകൾ വീണ്ടും പിന്നാലെ നടക്കുക, ഈശോയുടെ പിന്നാലെ. കാരണം അവൾക്ക് ആത്മധൈര്യമാണ്, അവൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് ഇടപെട്ടാൽ, ഈ കർത്താവ് ഇടപെട്ടാൽ മാറും എൻ്റെ ഈ അവസ്ഥ. ഈശോ അവിടെ വീണ്ടും പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്കിട്ട് കൊടുക്കുന്നത് ഉചിതമല്ല. ഒരു നായ എന്ന് പോലെ പോലും പറയുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അത് അവളുടെ വിശ്വാസത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ ആഴം അളക്കാൻ വേണ്ടി കർത്താവ് ചെയ്തതാണ്. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ
ഈശോ ചങ്കത്തടിച്ചുകൊണ്ടെന്ന പോലെ പറയാം, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മകളെ, സമാധാനത്തോടെ പോ, നിൻ്റെ മകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കും. ആ നിമിഷം, ദാറ്റ് മോമെൻറ്റ്, നമ്മൾ ആ നിമിഷം തന്നെ ആ വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിൽ നിന്ന് പിശാച് വിട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കെട്ടുകഥകളല്ല, പണ്ടെങ്ങോ കഴിഞ്ഞ് അവസാനിച്ചു പോയ കാര്യങ്ങളല്ല. ഇന്നും ഇതുപോലെ പ്രാർത്ഥിച്ചാൽ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇതിലേക്ക് വരാൻ നമുക്കെന്തേ പറ്റാത്ത? ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഒരു മേഖലയിലേക്ക് വന്ന് കർത്താവിൻ്റെ ശക്തി സ്വന്തമാക്കി എടുക്കുന്നതിൽ നിന്ന് സാത്താൻ നമ്മെ തടസ്സപ്പെടുത്തി വച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശരിക്കും ഇന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ അതിനുവേണ്ടി, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞാലൊന്നും കിട്ടുന്ന കാര്യമൊന്നുമില്ല, അഭിഷേകം കിട്ടണം. നമുക്കറിയാം, പത്രോസ്ലീഹ ഈശോയുടെ കുരിശുമരണത്തെ ഓർത്ത് ഒത്തിരി പേടിച്ച മനുഷ്യനാണ്. ഈശോ കുരിശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്ന മനുഷ്യനാണ്. കർത്താവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ഈശോയെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും വീണ്ടും കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാതെ മീൻ പിടിക്കാൻ പോയ മനുഷ്യനാണ്. പക്ഷേ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, അഭിഷേകം അദ്ദേഹത്തിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നുണ്ടായ ശക്തി എന്താ? ധൈര്യം. ക്രൂശിതനെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 35-ാം വചനത്തിൽ പത്രോസ്ലീഹ പ്രഘോഷിക്കും പറയുന്നുണ്ട്, ക്രിസ്തു ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ നിങ്ങൾ അവനെ ക്രൂശിച്ചു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കുരിശുമരണം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പ്രഘോഷിക്കുക മനുഷ്യൻ. അതിനുള്ള ശക്തി അവിടെ നിന്ന് കിട്ടി. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈ ശക്തിയോടെ യാതൊന്നിനെയും ഭയപ്പെടാതെ, കർത്താവിൻ്റെ കുരിശുമരണത്തെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ പീഡാസഹനത്തെ ഭയപ്പെടാതെ, രക്തസാക്ഷിത്വത്തെ ഭയപ്പെടാതെ, ഈ ലോകത്തെ ഭയപ്പെടാതെ കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ സംഭവം ഇതാ, യാക്കോബ് സ്ലീഹായെ ഹെറോദേസ് വാളിനിരയാക്കി. അത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ഹെറോദേസ് എന്ത് ചെയ്തു? സ്ലീഹന്മാരെ ഓരോരുത്തരായിട്ട് നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുക. അതിനുവേണ്ടി പത്രോസ്ലീഹായെ പിടിച്ച് കാരാഗൃഹത്തിലടച്ചു. അതിനുശേഷം അദ്ദേഹത്തെ 4 വീതം 4 പടയാളികൾ വെച്ച്, ഒരു 16 പടയാളികൾ അവരെ കാവലേർപ്പെടുത്തി ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. കാരാഗൃഹത്തിൽ പൂട്ടിയിട്ടിരിക്കുക. പടയാളികളുടെ മധ്യേ കാരാഗൃഹത്തിനുള്ളിൽ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് പിറ്റേ ദിവസം പരസ്യ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ പോവുക. അങ്ങനെ ഈ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പത്രോസ്ലീഹ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ആ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ പടയാളികളുടെ മധ്യേ പത്രോസ്ലീഹ കിടന്ന് ഉറങ്ങുകയായിരുന്നു. സൂപ്പറായിട്ട് ഉറക്കമാണ്. ഒന്ന് ഓർത്തേക്ക്, നമുക്കൊക്കെ ആണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? എങ്ങനെ? പിറ്റേ ദിവസം പരസ്യ വിചാരണയ്ക്ക് വിധേയനാക്കി ഇതാ കൊല്ലാൻ പോവാ. ഉറപ്പാ. ഹെറോദേസ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്രൂരനായ, ദുഷ്ടനായ, നീചനായ മനുഷ്യനാ. ആ മനുഷ്യൻ കൊല്ലുന്നുള്ള ഉറപ്പാ. ആ അവസ്ഥയിൽ ഇതുപോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും അവൻ്റെ ആത്മധൈര്യത്തിൻ്റെ ശക്തി കണ്ടോ? അവൻ കിടന്നുറങ്ങുക. ആ സമയത്താണ് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ആത്മവിശ്വാസം, ഈ ഒരു ആത്മധൈര്യം, ഈ ഒരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടെങ്കിൽ അവിടെ ദൈവം ഇടപെടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഭ, നമ്മുടെ അധികാരികൾ, നമ്മുടെ അഭിഷിക്തർ, നമ്മുടെ എല്ലാവരും ചേർന്നിട്ട് ഈ ഒരു വിശ്വാസത്തോടു കൂടി കർത്താവിനെ വിളിച്ച് ഇടപെടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ ശക്തി ഇടപെട. ഈ കാരാഗൃഹത്തിലേക്ക് കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ചങ്ങലകളൊക്കെ എടുത്തു മാറ്റി, ചങ്ങലകൾ പൊട്ടിച്ചു, കാരാഗൃഹ വാതിൽ തുറന്നു. എഴുന്നേക്കാൻ പറഞ്ഞു. പത്രോസ് എഴുന്നേക്ക്. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് ഇറക്കി, പത്രോസിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി പട്ടണത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞു, ഇനി പൊക്കളാൻ പറഞ്ഞു. അപ്പോഴാ പത്രോസിലേക്ക് ഇത് സ്വപ്നമാണോ നോക്കി കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളായിട്ട് കിടന്നോ കാരാഗ്രഹത്തിൽ ഇതുപോലെ കിടന്ന് ഉറങ്ങിയവനെ, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത അവസ്ഥയിൽ നാളെ കൊല്ലപ്പെടാൻ പോകുന്നവനെ ദൈവം ഇടപെട്ട്, ദൈവത്തിൻ്റെ ദൂതൻ അതിനൊക്കെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി. പിറ്റേ ദിവസം പത്രോസ്ലീഹ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൽ ആത്മവിശ്വാസം അർപ്പിച്ച് ദൈവത്തിനെ
ദൈവത്തിലുള്ള ആത്മധൈര്യത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, അവൻ്റെ ജീവിത മേഖലകളിൽ ദൈവം ഇടപെടുന്ന വിധം അല്ലെങ്കിൽ രീതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ അറിയുക, ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. സങ്കീർത്തനം 61:1 അവിടെ സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ജലം എൻ്റെ കഴുത്ത് വരെ എത്തി, എന്നെ മൂടാറായി, ഞാൻ കാലുറയ്ക്കാത്ത ചേറ്റിൽ താണുകൊണ്ടിരിക്കുക. കാലുറയ്ക്കാത്ത ചേറ്റിൽ താണുകൊണ്ടിരിക്കുക എന്ന് പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതാ. എന്താണ് കാലുറയ്ക്കാത്ത ചേറ്റ്? പാപത്തിൻ്റെ ചേറ്, തകർച്ചയുടെ ചേറ്. ചേറിൽ നമ്മൾ കാലുറയ്ക്കത്തില്ല. ചേറിലിങ്ങനെ ആഴമേറിയ ചേറാന്നോർക്ക് നമ്മൾ ചവിട്ടും തോറും നമ്മൾ താണുകൊണ്ടേയിരിക്കും. ആ കിടന്ന കിടപ്പിൽ നിന്ന് കരങ്ങളുയർത്തി ഈ ദാവീദ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുക. കർത്താവേ, ജലം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു, നിലയില്ലാത്ത ചേറ്റിൽ ഞാൻ താണുകൊണ്ടിരിക്കുക, രക്ഷിക്കണം. പത്രോസ്ലീഹ വെള്ളത്തിൽ താണുപോവാ. കർത്താവേ രക്ഷിക്കണം, താണുകൊണ്ടിരിക്കുക. കർത്താവ് കൈ പിടിച്ചുയർത്തി. സങ്കീർത്തനം 69:1 അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുക: എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. എനിക്ക് അപ്രാപ്യമായ പാറ, വലിയ പാറയാ, എനിക്ക് അപ്രാപ്യമാ, അതിൽ എന്നെ കയറ്റി നിർത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്രാപ്യമെന്ന് തോന്നുന്ന പാറയിൽ ദൈവം കയറ്റി നിർത്തും. താണുകൊണ്ടിരിക്കുന്ന നിലയില്ലാത്ത ചെളിക്കുണ്ടിൽ നീ താഴുമ്പോഴും നിന്നെ പിടിച്ചുയർത്തും എൻ്റെ ദൈവം, നിൻ്റെ ദൈവം. ആ ദൈവം സർവശക്തന, ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. ഹെബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ, മാറ്റമില്ലാത്ത കർത്താവ്. ആ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. കർത്താവിനെ വിളിച്ച് ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, തകർച്ചകളിൽ, പൈശാചിക പീഡകളിൽ, പൈശാചിക ആധിപത്യത്തിൻ്റെ മേഖലകളിൽ കർത്താവിനെ വിളിച്ച് ഇടപെടുത്താനുള്ള ഒരു കരുത്ത് നമുക്ക് സ്വന്തമാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തിയും അഭിഷേകവും നിറയപ്പെട്ടവരായിട്ട് ജീവിക്കാൻ ഈ കണ്ട പ്രവൃത്തികൾ നമ്മുടെയും ജീവിതത്തിലും കുടുംബത്തിലും പ്രശ്നങ്ങളിലും അനുഭവിച്ചറിയാൻ, സ്വന്തമാക്കാൻ, വിജയം നേടാൻ ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വിജയം നൽകുന്ന കർത്താവാണ് അവിടുന്ന്. അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഞങ്ങൾ കണ്ടു അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം വേറൊന്നുമല്ല, അങ്ങ് തന്നെയായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനം അങ്ങയിൽ ആയിരിക്കട്ടെ. കർത്താവേ, പലപ്പോഴും സമ്പത്തിലും വ്യക്തിബന്ധങ്ങളിലും സുഖഭോഗങ്ങളിലും ആരോഗ്യത്തിലും സൗകര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ ആത്മധൈര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്. കർത്താവേ, അതൊന്നുമല്ല ഞങ്ങളുടെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത് അങ്ങാണെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങയിൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങയെ ഇടപെടുത്തിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ, വിജയം കൈവരിക്കാൻ ഇടയാക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങളോട് കൂടെ ആയിരുന്ന് ഞങ്ങൾക്ക് കാവൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.